മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളൊരു കച്ചവട സ്ഥാപനത്തിന്റെ ഗ്ലാസ് ഇട്ട ഡോറിൽ പോയി നോക്കിയാൽ പലപ്പോഴും കൺഫ്യൂഷൻ ആവും. ഇത് വലിക്കേണ്ടതാണോ തള്ളേണ്ടതാണോ എന്ന്. ഇപ്പൊ പരസ്യങ്ങൾ കാണുന്നു, തള്ളു മതിയാക്കൂ, ഇനി ഓട്ടോമാറ്റിക് ആണ് എന്ന്. അത് കേവലം ഗേറ്റുകളുടെ മാത്രം കാര്യമല്ല, മറിച്ച് എല്ലാം പലപ്പോഴും ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടേയിരിക്കുന്നു. പുഷിങ് ആൻഡ് പുള്ളിങ്, പുഷ് പുള്ള്, ഈ രണ്ട് വാക്ക് നമുക്കേറെ സുപരിചിതമാണ്. പുഷ് മാർക്കറ്റിങ്ങും പുൾ മാർക്കറ്റിങ്ങും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന രണ്ടു ഭാഗമാണ്. പഴയ കാലത്ത് പുൾ മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളുവായിരുന്നു. എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ നിർബന്ധിപ്പിച്ച് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഒരു കൾച്ചറിൽ നിന്ന് കാലം മാറി തന്റെ പ്രോഡക്റ്റിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കുകയും കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇങ്ങോട്ട് അന്വേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ബിസിനസ് നടത്തുന്നത്. പഴയ കാലത്ത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും അൺനോൺ നമ്പറിൽ നിന്ന് കോള് വന്ന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ നമ്മളോട് സംസാരിച്ചാൽ നമ്മളൊക്കെ ആദ്യം അവരോട് തിരിച്ചു ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് എവിടെ നിന്നാണ് എന്റെ നമ്പർ കിട്ടിയത്? യെസ് ഓർ നോ? ഇന്ന് ആരും അത് ചോദിക്കാറില്ല. കാരണം നമ്മുടെ ഒഴിഞ്ഞ വേളകളിൽ നമ്മളൊക്കെ നമ്മുടെ നമ്പർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അതിനാണ് ലീഡ് ജനറേഷൻ എന്ന് പറയുക. കാണുന്ന പരസ്യങ്ങളിൽ, കാണുന്ന സെയിം സ്പോട്ടിൽ നമുക്കും തോന്നും ഇത് എനിക്ക് ആവശ്യമുള്ളതാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ് എന്ന ധാരണയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒരു ലീഡ് ജനറേറ്റ് ആകുന്നു. ഒരുപക്ഷെ അന്നോ പിറ്റേന്നാളോ 2 നാൾ കഴിഞ്ഞോ ഒക്കെ ആയിരിക്കാം അവർ വിളിക്കുന്നത്. കാരണം നമ്മൾ രാത്രി 11 മണിക്ക് കിടക്കാൻ സമയത്തായിരിക്കും ഇതിന്റെ ആഡ് കണ്ടത്, ലീഡ് കൊടുത്തത്. അത് ഒരു ശനിയാഴ്ച രാത്രിയാണ് എങ്കിൽ തിങ്കളാഴ്ച മോർണിംഗിലായിരിക്കും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവിടെയും നമ്മുടെ ചോദിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. കാരണം ഫോൺ വിളിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് സാർ, സാർ നമ്മുടെ ഒരു ആഡിന് റെസ്പോണ്ട് ചെയ്തിരുന്നല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതോടുകൂടി നിങ്ങൾ ആരാണ് എന്നോ എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നോ ചോദിക്കുവാനുള്ള അവസരമാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രോസ്പെക്റ്റിന് നഷ്ടമാകുന്നത്. ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റയിൽ നിന്ന് ഫോൺ കോൾ ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാലം അവസാനിച്ചു. അത് ഡാറ്റയുടെ ആദ്യ കാലത്തുണ്ടായിരുന്ന സിസ്റ്റമായിരുന്നു. ഇപ്പോൾ അതിന്റെ പാറ്റേൺ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുകയും പുഷ് മാർക്കറ്റിങ്ങിലൂടെ നമ്മിലേക്ക് അവരെ കൊണ്ടുവരികയും അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നമ്മൾ സെയിൽ നടത്തുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ കാലത്ത്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ സെയിൽസ് പാറ്റേണിൽ നിന്ന് നമ്മൾ മാറി ഹൈബ്രിഡ് മോഡിലേക്ക് നമ്മൾ വന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴാണ് ഈ ഹൈബ്രിഡ് സെയിൽസും ഹൈബ്രിഡ് മാർക്കറ്റിംഗും ചർച്ചയാവുന്നത്? കൊറോണ കാലത്തിന്റെ ആരംഭം വരെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു നമുക്ക് പരിചയം. അതുവരെ വളരെ അപൂർവമായ ചില സർവീസ് സെഗ്മെന്റുകളിൽ മാത്രമായിരുന്നു ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വ്യാപകമായി നമ്മൾ കണ്ടിരുന്നത്. കൊറോണ കാലം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അത് ഓൺലൈനിലേക്ക് മാറി. പലചരക്ക് കടകൾ വരെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് മാറി. വാട്സപ്പിൽ നമ്മുടെ മെസ്സേജ് കൊടുത്താൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനം എത്തുന്ന രീതിയിലേക്ക്, മീൻകാരന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഫിഷിന് നേരെ ടിക്കറ്റ് ഗൂഗിൾ പേ പേയ്മെന്റ് അയച്ചു കൊടുത്താൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പാക്ക് ചെയ്ത ഫ്രഷ് മീൻ എത്തുന്ന രീതിയിലേക്ക് അത് മാറി. എന്നാൽ കൊറോണ കഴിഞ്ഞപ്പോ വീണ്ടും ആളുകൾക്ക് റിയൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ് വന്നു. കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യപ്പെട്ട 2 ബിസിനസ് ഇൻഡസ്ട്രികൾ, ഒന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. അതിന് 2 കാരണമാണുള്ളത്. ഒരു വർഷത്തോളം തന്റെ വീട്ടിലെ ഭക്ഷണം മാത്രം രുചിച്ച് അനുഭവിച്ച മനുഷ്യൻ മറ്റുള്ള വിഭവങ്ങൾ കൂടി, അതിന്റെ ആസ്വാദനം കൂടി അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പണം എത്ര തന്നെ കെട്ടിപ്പൂട്ടി വെച്ചാലും ആസ്വദിക്കുവാനുള്ള അവസരത്തെ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നെ അതിൽ ഖേദിക്കേണ്ടി വരും എന്ന ബോധം കൊറോണ കാലം പലർക്കും പലപ്പോഴും ചുറ്റുപാടിന്റെ അനുഭവങ്ങളിൽ നിന്ന് സമ്മാനിച്ചു എന്നതാണ് രണ്ടാമത്തെ കാര്യം.
രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രി റിസോർട്ടുകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ടു എന്നതാണ്. അതിന് കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ 1 വർഷം 1.5 വർഷത്തോളം മനുഷ്യൻ ലോക്കായപ്പോ ഉണ്ടായ പ്രതിസന്ധിയിൽ നിന്നാണ് ആ ഒരു തിരിച്ചറിവ് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്താണ് നമ്മുടെ വിഷയവുമായി ഇതിനുള്ള ബന്ധം? ബന്ധം ഇതുതന്നെയാണ്. ഓൺലൈനിന്റെ പൂർണ്ണമായ സെയിൽ നിന്ന് പിന്നെ വീണ്ടും ഒരു ഹൈബ്രിഡ് മോഡിലേക്ക് സെയിൽസ് പാറ്റേൺ മാറി. ഇന്ന് ബിസിനസ് ഫേമുകൾ ചെയ്യുന്ന സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് ഹൈബ്രിഡ് സെയിൽസ് സ്ട്രാറ്റജിയാണ്. എന്താണ് ഹൈബ്രിഡ് എന്നതിന്റെ ഉദ്ദേശം? നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരേപോലെ ഡുവൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുക എന്നതാണ് ഹൈബ്രിഡ് സെയിൽസിന്റെ പ്രത്യേകത. ഒരേ സമയം ഡുവൽ മോഡിൽ 2 മോഡിൽ നമ്മൾ ഒരേ ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യുക. ട്രഡീഷണലായി നമ്മൾ കാണുന്ന ഓഫ്ലൈൻ മോഡിലും ഓൺലൈൻ മോഡിലും 2 മോഡിലും നമ്മുടെ സെയിൽസും മാർക്കറ്റിംഗും നമ്മൾ നടത്തുന്നതിനാണ് ഹൈബ്രിഡ് സെയിൽസ് പാറ്റേൺ എന്ന് പറയുക. നമ്മുടെ കേസിൽ സാൻവോസിറ്റി പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന പാറ്റേണുകളിൽ നമുക്ക് എങ്ങനെ ഏറ്റവും മോഡേൺ ആയ ഈ രീതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ന ചിന്തയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കഷന് വിധേയമാക്കുന്നത്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഇന്നലെ ലീഡേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. ലീഡേഴ്സ് മീറ്റില് ഡിസ്കഷൻ നടത്തിയ ഒരു വിഷയമാണിത്. അതുപോലെ നമ്മുടെ പല ലീഡേഴ്സും പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് മോഡാണ് ഓൺലൈൻ സെല്ലിങ്ങിനുള്ളത്. ഇന്ന് മിനിയാന്ന് ഡോൺ സാർ ചെയ്ത സെഷനും ഓൺലൈൻ സെയിൽസ് മോഡാണ്. എങ്ങനെ നമുക്ക് സാൻവോസിന്റെ പ്രോഡക്റ്റുകൾ ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാം എന്നതായിരുന്നു മിനിയാന്ന് നമ്മൾ ഡിസ്കഷന് വിധേയമാക്കിയ വിഷയം. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായും ഫോളോ ചെയ്യാൻ പറ്റുന്ന 10 പാറ്റേണുകൾ ഹൈബ്രിഡ് സെയിൽസ് ആൻഡ് ഹൈബ്രിഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന 10 പാറ്റേണുകളാണ് ഇന്ന് ഡിസ്കഷന് വിധേയമാക്കുന്നത്. ആവശ്യക്കാർ നോട്ട് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഒരുപക്ഷെ പലതും നമ്മൾ പ്രയോഗിക്കുന്നതാണ്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്നാൽ വളരെ സിമ്പിളായി നമ്മൾ അറിയാത്ത ഒരു സെയിൽസ് ഇൻകം, നമ്മൾ അറിയാത്ത ഒരു കൺവെർഷൻ നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും സിമ്പിളായ മെത്തേഡുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഹൈബ്രിഡ് മോഡും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമല്ലോ. ഒന്നാമത്തേത് പ്രയോറിറ്റി ലിസ്റ്റിംഗ് ആണ്. പ്രയോറിറ്റി ലിസ്റ്റിംഗ് നമ്മൾ പഴയ കാലത്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലുള്ള ആളുകളുടെ പ്രയോറിറ്റി ലിസ്റ്റിംഗ് മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലുള്ളവരുടെ, നമ്മളെ അറിയുന്ന അതാണ് നോൺ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ അറിയുകയും ചെയ്യുന്നവർ, ദേ ആർ നോൺ കസ്റ്റമേഴ്സ്. ഈ നോൺ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അൺനോൺ കസ്റ്റമേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അൺനോൺ കസ്റ്റമേഴ്സിനെ എവിടെ നിന്ന് കിട്ടും? വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അൺനോൺ കസ്റ്റമേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി അവരെ ഫോളോ ചെയ്യുന്ന, ഒന്നുകിൽ ബൈ കോൾ അല്ലെ ബൈ സോഷ്യൽ മീഡിയ, അവരെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ, ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങളും ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതല്ല, എന്നാൽ നമുക്ക് ഓരോന്നോരോന്ന് നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. എന്താണ് സോഷ്യൽ മീഡിയകളുടെ ഏറ്റവും വലിയ പ്രത്യേകത? ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു എന്നതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, ആ ഫോണിൽ നിന്ന് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ആയി കിട്ടുന്നത്. ഫോണിനേക്കാൾ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ ആ 2 വ്യക്തികളും ഒരേ സമയത്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അത് പ്രാക്ടിക്കൽ ആവൂ, അത് കണക്ട് ആവൂ, അത് റിസൾട്ട് ആവൂ എന്നതാണ്. എന്നാൽ സോഷ്യൽ മീഡിയ നൽകുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ്, എന്റെ ഒഴിവ് സമയത്തിനനുസരിച്ച് ഞാൻ മെസ്സേജ് നൽകുകയും ആ പ്രോസ്പെക്റ്റിന്റെ ഒഴിവ് സമയത്തിനനുസരിച്ച് അദ്ദേഹത്തിന് റീപ്ലൈ നൽകാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് സോഷ്യൽ മീഡിയ നൽകുന്ന സ്പ്രെഡിങ്ങിനേക്കാൾ ഏറ്റവും വലിയ ഫീച്ചർ എന്നുള്ളത്. രണ്ടുപേരുടെയും കൺവീനിയന്റ് ടൈമിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ആയിക്കൊള്ളണമെന്നില്ല അയാൾ റീപ്ലൈ നൽകുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി വോയിസ് ഇട്ടു, ഇന്ന് മോർണിംഗിൽ 3 പേരുടെ മറുപടി എനിക്ക് വന്നു. അവർ അവരുടെ കൺവീനിയന്റ് ആയ ടൈം ഉപയോഗിക്കുന്നു, ഞാൻ എന്റെ കൺവീനിയന്റ് ആയ ടൈം ഉപയോഗിക്കുന്നു. ഞാൻ ഇന്ന് മോർണിംഗിന് അതിന് റീപ്ലൈ നൽകി, ഇനി ഒരു പക്ഷേ അവർ കിടന്നുറങ്ങുന്നുണ്ടാവും, അവർ റീപ്ലൈ നൽകുന്നത് 11 മണിക്ക് ശേഷമായിരിക്കും. അപ്പോഴാണ് എന്റെ മറുപടി കൊടുക്കുന്നത്. സ്വാഭാവികമായും ഒരു ദിവസത്തെ 24 മണിക്കൂറിനിടയിൽ
4 5 അവരുടെ കൺവീനിയന്റ് ആയ സമയത്തിനനുസരിച്ച് നമുക്ക് അവരുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ ഫോണിനേക്കാൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. കൂടുതൽ ആളുകളിലേക്ക് മെസ്സേജിങ് കൊടുക്കുന്നു എന്നതിനേക്കാൾ ഞാൻ അവൈലബിൾ അല്ലെങ്കിലും അദ്ദേഹം അവൈലബിൾ അല്ലെങ്കിലും അവനവന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മറ്റൊരാളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മൾ ഇവിടെ വിനിയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അൺനോൺ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റിങ്ങിലൂടെ നമുക്ക് ഇതുപോലെ ഇൻഡിവിജ്വലി അവരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. രണ്ടാമത്തേത് ഗ്രൂപ്പ് ക്രിയേഷൻ ആണ്. നിർബന്ധമായും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ 20 പേരുണ്ട്. നമ്മളെല്ലാവരും ചെയ്യേണ്ട, നമ്മളൊരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ ആ പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 2-3 എക്സാമ്പിൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. എജുപ്രനോർഷിപ്പ് എൻട്രി എന്ന് പറഞ്ഞ എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എജുപ്രനോർഷിപ്പ് എൻട്രി. ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പൊ 65 പേരുണ്ട്. നമ്മുടെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആദ്യം അതിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജും ഗ്രൂപ്പ് ലിങ്കും ഉണ്ടാക്കി ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ കോണ്ടാക്റ്റിനും ഗ്രൂപ്പുകളിലും ഒക്കെ അത് ഷെയർ ചെയ്തു. ഇതിൽ ഇൻട്രസ്റ്റഡ് ആയ 65ഓളം ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. എല്ലാ തിങ്കളും വ്യാഴവും നടക്കുന്ന ഓൺലൈൻ BOPകളുടെ ഗ്രൂപ്പിന്റെ പ്രോഗ്രാമിന്റെ ലിങ്ക് വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ആ ലിങ്ക് ആ ഗ്രൂപ്പിലേക്ക് കൂടി ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഷെയർ ചെയ്ത് അവിടെ കൂടി ഒരു റിമൈൻഡർ കൊടുക്കുമ്പോൾ നമ്മൾ അറിയാത്ത 4 5 പേർ നമ്മുടെ BOPകളിൽ അറ്റൻഡ് ചെയ്തേക്കാം. അതാണ് അതിനകത്ത് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മുടെ യാതൊരു എഫേർട്ടും ഇല്ലാതെ നമുക്കൊരു പ്രോസ്പെക്റ്റിനെയും ചിലപ്പോൾ ഒരു ഹോട്ട് കസ്റ്റമേഴ്സിനെയും അപൂർവമായി ഒരു നല്ല നെറ്റ്വർക്കറിനെയും നമുക്ക് കിട്ടാനുള്ള വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് മെസ്സേജ് തയ്യാറാക്കി നമ്മളൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലേക്കും നമ്മളുള്ള ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കൾച്ചർ, അത് സാൻഡ്ബോക്സിന്റെ കേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടായിരുന്ന ഏറ്റെടുത്തിരുന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ട്രിപ്പുമായി ബന്ധപ്പെട്ട പല, ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപിലേക്ക് നേരത്തെ പാക്കേജ് ചെയ്തപ്പോൾ അതിന്റെ ഗ്രൂപ്പിന്റെ മെസ്സേജും ഞാൻ അവിടെ പോയൊരു വീഡിയോസും എടുത്ത് അത് മാക്സിമം ഷെയർ ചെയ്തു, ഫേസ്ബുക്കിലിട്ടു. 130ഓളം ആളുകൾ ഇന്ന് ആ ഗ്രൂപ്പിനകത്തുണ്ട്. 3 ദിവസം മുമ്പും കഴിഞ്ഞ ആഴ്ചയും ഒക്കെ അതിന് എൻക്വയറി വരുന്നു. കാരണം എന്താ, നമ്മൾ ആ ഗ്രൂപ്പ് ഉള്ളത് പോലും ചിലപ്പോൾ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനകത്തുള്ള ചില കസ്റ്റമേഴ്സിന് ലക്ഷദ്വീപിൽ പോകണമെന്ന ചിന്ത വരുമ്പോൾ അവരവിടെ അതിന്റെ മെസ്സേജും കൊടുക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ചിന്തയില്ലാതെ നമ്മൾ അവിടെ ഇന്റലക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ അതിനകത്തുള്ള പ്രോസ്പെക്റ്റുകൾ പലപ്പോഴും അവരുടെ റിമൈൻഡിനനുസരിച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് നമുക്ക് ഓർമ്മയുണ്ടാവുക. നിങ്ങൾ പല സമയത്തും വാട്സപ്പിൽ ഇങ്ങനെ ചില മെസ്സേജുകൾക്ക് വരുമ്പോൾ ഏതെങ്കിലും ചില ഗ്രൂപ്പുകളിലേക്ക് ചില മെസ്സേജുകൾ വിടുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ആ മെസ്സേജിനുള്ള റീപ്ലൈ അല്ല, നേരെ മറിച്ച് ആ ഗ്രൂപ്പിൽ നിന്നുള്ള ചില എക്സിറ്റുകളാണ് നമ്മൾ കാണുക. കാരണം എന്താ, ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലേ എന്ന് 6 മാസത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ആ വ്യക്തി അത് നോട്ടീസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ചില ഗ്രൂപ്പുകളുടെ അവസ്ഥ. നമ്മൾ അറിയാതെ അതിനകത്ത് മെസ്സേജ് വരുന്നു. സ്വാഭാവികമായും ബാക്കിയുള്ള ആളുകളുടെ മൊബൈൽ കൂടി അത് വിസിബിൾ ആയി മാറുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് ലൈവായി മറ്റൊരാളുടെ മൊബൈലിൽ വാട്സപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ റിപ്പീറ്റഡ് ആയ മെസ്സേജുകൾ കൊടുക്കണം. കാരണം മെസ്സേജ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് മാത്രമേ വാട്സപ്പിനകത്ത് മുകളിൽ വരികയുള്ളൂ. അല്ലാത്തത് അവർ സ്റ്റാർ ചെയ്തത്, പിൻ ചെയ്തത് മാത്രമാണ്. അതൊരിക്കലും നമ്മുടെ ഇത്തരം ഗ്രൂപ്പുകളാവാനുള്ള ഒരു സാധ്യതയുമില്ല. രണ്ടാമത്തെ മെത്തേഡ്, നമ്മളൊരു ഗ്രൂപ്പിന്റെ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ നേരത്തെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതാണ്. വേണമെങ്കിൽ ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടാൽ വീണ്ടും നമ്മൾ ആ ടെക്സ്റ്റ് മെസ്സേജ് ഷെയർ ചെയ്യാം. പബ്ലിക്കിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്ന സാൻഡ്ബോക്സിന് ഏറ്റവും ബ്രീഫായി പരിചയപ്പെടുന്ന ടെക്സ്റ്റ് മെസ്സേജ്, അതിന്റെ കൂടെ നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ ടീമിന് ഒരു പേരുണ്ടാക്കിയിട്ട് ആ പേരിലാവാം ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അടക്കം ഷെയർ ചെയ്യുന്ന രീതി. നേരത്തെ നമ്മൾ ഒരു ഫ്ലയർ ചെയ്ത് അത് സെപ്പറേറ്റ് ഷെയർ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിന്റെ ലിങ്കിന് തന്നെ നമ്മളൊരു പ്രൊഫൈൽ പിക്ക് കൊടുത്താൽ അത് ഓൾറെഡി ഷെയറിങ്ങിന്റെ ഐക്കോണിക് ആയിട്ട് മാറുന്ന രീതിയാണ് ഇപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് നമുക്ക് ഫോളോ ചെയ്യാവുന്ന രണ്ടാമത്തെ മെത്തേഡ്. നമ്മുടെ സന്ദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജും ഒരു ഗ്രൂപ്പ് ഐക്കണും ലിങ്കും ഉണ്ടാക്കി നമ്മളത് മാക്സിമം നെറ്റ്വർക്കുകളിലേക്ക് ഷെയർ ചെയ്യുക. അതിലൂടെ നമ്മൾ അറിയാത്ത ഒരു പ്രോസ്പെക്റ്റ് നമുക്ക് സാധ്യമാകും. നമ്മുടെ BOPകൾ നടക്കുന്ന ദിവസങ്ങളിലെ അതിന്റെ ഫ്ലയറുകളും ലിങ്കുകളും മാക്സിമം ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ അറിയാത്തവർ ആ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തേക്കാം. പ്രോഗ്രാമിന് ശേഷം നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു എൻക്വയറി കൊടുത്താൽ
നമുക്ക് അതിൽ നിന്ന് ഒരു കണക്ഷൻ കിട്ടും എന്നതാണ് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി. മൂന്നാമത്തേത്, നിലവിലുള്ള നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിലവിൽ നമ്മൾ ഓൺ ചെയ്ത ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത പല ഗ്രൂപ്പുകളും ഉണ്ടാവാം. ഞാൻ ഉണ്ടാക്കിയ 69 ഗ്രൂപ്പ് ഇന്ന് എന്റെ മൊബൈലുണ്ട്. ഞാനുള്ള ഏകദേശം 200ഓളം ഗ്രൂപ്പുകളുണ്ട്. അതിൽ പലതും ഡയറക്ട് സെല്ലിംഗ് റിലേറ്റഡ് ആണ്, ചിലത് ട്രെയിനിങ് റിലേറ്റഡ് ആണ്, ചിലത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്, ചിലത് ടീച്ചേഴ്സ് റിലേറ്റഡ് ആണ്, ചിലത് ബിസിനസ് റിലേറ്റഡ് ആണ്, ചിലത് BNI റിലേറ്റഡ് ആണ്, JCI റിലേറ്റഡ് ആണ്. ഞാൻ എന്തൊക്കെയാണോ കണക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ, നമുക്കൊക്കെ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവാം. ഈ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ലിങ്കുകൾ ഷെയർ ചെയ്ത് അവിടെയുള്ള ആളുകളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക എന്നതാണ് റെഗുലറായി ആ ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് കൊടുക്കുന്നതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം നമ്മുടെ മെസ്സേജ് നിരന്തരമായി ചില ഗ്രൂപ്പുകളിലേക്ക് ചെന്നാൽ ആ ഉള്ള ആളുകൾക്ക് അത് വലിയ ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഹോട്ട് കസ്റ്റമേഴ്സിനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് അവരെ കൊണ്ടുവന്നിടാൻ നമുക്ക് കഴിയുന്നു. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ, നിലവിലുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുക. നാലാമത്തെ ഓപ്ഷൻ, കാണുന്ന ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക എന്നതാണ്. ഇതൊരു വലിയ മാർക്കറ്റിംഗ് അപ്രോച്ചാണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ എവിടെ കാണുന്നോ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഉടനെ 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, മീഡിയ വിസിബിലിറ്റി ഓഫ് ആക്കുക. മറ്റേ നിങ്ങളുടെ വാട്സപ്പ് പിന്നെ ഓൺ ആക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ ഗ്രൂപ്പിന്റെ മീഡിയ വിസിബിലിറ്റി ഓഫ് ഇട്ട് വെക്കുക. അല്ല എങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ ആരും ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാര് ഇതിന്റെ അഡ്മിൻ ആണ്, എന്താണ് ഗ്രൂപ്പിന്റെ പർപ്പസ് എന്ന് നോക്കുന്നതിന് മുൻപ് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നത് അതിന്റെ തലേ ദിവസം നടന്ന ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടിരിക്കും. അവിടെ നടന്ന 200 ഫോട്ടോസ് ഷെയർ ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ആകുന്നത്. ഇത് മുഴുവൻ നമ്മുടെ ഗാലറിയിലേക്ക് കയറിയാൽ നമ്മുടെ മൊബൈലിന്റെ കപ്പാസിറ്റി അനുസരിച്ച് പിന്നെ അവിടെ പലതും ഹാങ് ആയി മാറുന്നു. അതിനുള്ള സൊല്യൂഷൻ, ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് മീഡിയ വിസിബിലിറ്റി ഓൺ ചെയ്ത 3 ഓപ്ഷൻസ് കാണാം. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഓഫ് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിൽ വരുന്ന ഫ്ലയറുകളും വീഡിയോസുകളും അതിനകത്ത് മാത്രമേ ഉണ്ടാവൂ, നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവില്ല. ഓരോ മാസവും എൻഡിലോ സ്റ്റാർട്ടിങ്ങിലോ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഇത്തരം ഗ്രൂപ്പുകൾ ക്ലിയർ ഓൾ ചാറ്റ് ഏറ്റവും മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള മോർ ഓപ്ഷനിൽ പോയാൽ ക്ലിയർ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മെസ്സേജുകൾ നിരന്തരമായി വരുന്ന ഗ്രൂപ്പുകളാണ് എങ്കിൽ ആ ടോട്ടൽ മെസ്സേജുകളെ ക്ലിയർ ചാറ്റ് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിന്റെ ഹാങ്ങിങ് ഒഴിവാക്കുവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പുകൾ 2 രീതിയിൽ നമുക്കത് വെർത്താണ്. ഒന്നാമത്തേത്, അത് ഓപ്പൺ ഗ്രൂപ്പാണ് എങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമുക്ക് അവിടേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേത്, അവർ നമ്മളെ ഉടനെ റിമൂവ് ആക്കും. ചിലപ്പോൾ നമ്മളൊരു പുതിയ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മെസ്സേജ് കൊടുത്താൽ ആ ഗ്രൂപ്പിന്റെ പർപ്പസുമായി അത് കണക്ട് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ റിമൂവ് ആക്കിയാലും ആ ഗ്രൂപ്പിൽ നമ്മളിട്ട മെസ്സേജ് അഡ്മിൻ കാണുന്നതിന് മുൻപ് കണ്ട ആളുകൾ, കുറച്ചാളുകളെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ റിമൂവ് ചെയ്താലും ആ ഗ്രൂപ്പിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും കോണ്ടാക്ട് നമ്പർ നമുക്ക് സേഫായി ലഭിക്കും. 900 ആളുകളുടെ ഗ്രൂപ്പാണ്, നമ്മളെ റിമൂവ് ചെയ്താലും ആ 900 ആളുകളുടെ ഗ്രൂപ്പ് നമ്മുടെ മൊബൈലിൽ നിന്ന് ചില ആളുകൾ ചെയ്യുക, അവരെ ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ ആ ഗ്രൂപ്പ് ഉടനെ തന്റെ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. അതൊരിക്കലും ഒരു നെറ്റ്വർക്കർ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മളെ ആരും ഡിലീറ്റ് ചെയ്താലും ആ ഗ്രൂപ്പ് നിങ്ങൾ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിനകത്തുള്ള ഓരോരുത്തർക്കും പേഴ്സണലായി നമുക്ക് മെസ്സേജ് ചെയ്യുവാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ആ ഗ്രൂപ്പിനകത്തുള്ള ഓരോരുത്തർക്കും പേഴ്സണലായി, അത് അത്രയും ആൾക്ക് എങ്ങനെ പേഴ്സണലായി ചെയ്യാം, അതിന് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് മാക്സിമം ആളുകളിലേക്ക് ഇൻഡിവിജ്വലി ടെക്സ്റ്റ് മെസ്സേജ്, ഫിംഗർ ടച്ച് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ബൾക്ക് വാട്സപ്പിന്റെ ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബൾക്ക് വാട്സപ്പ് നിർബന്ധമായും ഒരു നെറ്റ്വർക്ക്, ഒരു ടീമിനെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒരുപാട് ബൾക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഈ വിഷയത്തിൽ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളൊരു ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് അതിനകത്ത് നിന്ന് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ
നമ്മൾ അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുവാനുള്ള വലിയ ഓപ്ഷനാണ്. ഒരു മാസം നമ്മൾ പ്ലാൻ ചെയ്ത് ഫിസിക്കലി പോയി മീറ്റ് ചെയ്യാൻ കഴിയുക മാക്സിമം 50 പേരെ 100 പേരെയാണ്. എന്നാൽ ഒരു ദിവസം 1000 ആളുകളുള്ള 50 ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് ഈ മെസ്സേജ് അയക്കുവാൻ കഴിയുന്ന സംവിധാനമാണ് ഇത്തരം ഓപ്ഷൻസ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം, അൺനോൺ കസ്റ്റമേഴ്സ് ആയ ആളുകൾ. ഈ അൺനോൺ കസ്റ്റമേഴ്സിനെ നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാം? നമ്മൾ ജോയിൻ ചെയ്ത പുതിയ ഗ്രൂപ്പ്, നിങ്ങൾ ചില ടീമുകളെ നോക്കൂ. ഇപ്പം ചില നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റികൾ തന്നെ ഞാൻ ഇത് രീതി കണ്ട് എന്റെയൊക്കെ ട്രെയിനിങ് ഗ്രൂപ്പുകൾ വന്ന് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ആ ട്രെയിനിങ് ഗ്രൂപ്പിനകത്തുള്ള പല ആളുകളും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടും. സാറേ, ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് വോയിസ് വരുന്നു, കോള് വരുന്നു, മെസ്സേജ് വരുന്നു, ഇന്ന ഗ്രൂപ്പിലുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നത് ചില ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ്, ചില ഇൻഷുറൻസ് പോളിസിക്കാരാണ്. ഇവരൊക്കെയാണ് ഈ വിഷയത്തിൽ ട്രെയിൻഡ് ആയ ഫാക്കൽറ്റീസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എത്രയോ സമയത്ത് പല ഇൻഷുറൻസുകാരും നമുക്ക് മെസ്സേജിങ് അയക്കും. അപ്പൊ അവരുടെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ അവരതിന്റെ 24 മണിക്കൂർ മുമ്പ് നമ്മുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നമ്മളുള്ള ഏതോ ഒരു ഗ്രൂപ്പിൽ അവർ വന്ന് ജോയിൻ ആയിട്ടുണ്ട്. അത് അവരുടെ വാട്സപ്പിന്റെ താഴെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പോയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും താഴെ പോകുമ്പോൾ അവരും നമ്മളും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ വാട്സപ്പിന്റെ ചാറ്റിങ്ങിന്റെ താഴോട്ട് പോകുമ്പോൾ അവിടെയാണ് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ താഴെ പോകുമ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരൊരു ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ ഉടനെ മാക്സിമം ആളുകളിലേക്ക് അവരുടെ മെസ്സേജുകൾ എത്തിക്കുന്ന ഒരു കൾച്ചർ അവർ ഫോളോ ചെയ്യുന്നു എന്നതാണ്. ഈ കൾച്ചർ ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇന്ന് എല്ലാവരും നോക്കുന്നത് എത്രത്തോളം ആളുകളുമായി ഒരു വ്യക്തിക്ക് കോണ്ടാക്ട് ഉണ്ട്, എത്രത്തോളം ആളുകളുമായി ബന്ധമുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഒരാളുടെ റെപ്യൂട്ടേഷൻ, ഒരാളുടെ വിസിബിലിറ്റി, ഒരാളുടെ സെയിൽസ്, ഒരാളുടെ കൺവേർഷൻ എന്നൊക്കെ പറയുന്നത് എത്ര ആളുകളിലേക്ക് വളരെ ഈസിയായി എത്തുവാനുള്ള ആക്സസ് നമുക്കുണ്ട് എന്നതാണ്. നമ്മുടെ മൊബൈലിൽ പേഴ്സണൽ കോണ്ടാക്റ്റിൽ എത്ര നമ്പർ ഉണ്ട് എന്നത് പ്രധാനമാണ് എങ്കിലും അതിനേക്കാൾ പ്രധാനം നമ്മുടെ മെസ്സേജിങ് എത്ര ആളുകളിലേക്ക് നിരന്തരമായി എത്തിക്കുവാൻ നമുക്ക് കഴിയും എന്നതാണ്. നമ്മൾ അറിയാത്ത പലരും, നമ്മൾ അറിയുന്ന പലരോട് നമ്മൾ പ്ലാൻ പറയില്ല. കാരണം എന്താ? നമ്മളിങ്ങനെ മാർജിനലൈസ് ചെയ്യും. അവനൊന്നും ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല, അവനൊന്നും ഇതിൽ ആക്റ്റീവ് ആവാൻ സാധ്യതയില്ല, അവനൊന്നും ഇത് പർച്ചേസ് ചെയ്യാൻ സാധ്യതയില്ല. 3 മാസം കഴിഞ്ഞിട്ട് കമ്പനിയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ അവനുണ്ടാവും മുന്നിലെ ലൈനിൽ ഇരിക്കുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ട് വണ്ടറടിക്കും. കാരണം എന്തേ? ഓ, നീ ഇതിലുണ്ടായിരുന്നു, അവന്റെ ഇങ്ങോട്ടുള്ള ചോദ്യം. അപ്പൊ നമ്മളെ മറുപടി എന്താ? നീയൊന്നും ഇതിന് ജോയിൻ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം തന്നെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിന്നെയൊക്കെ നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോ നമ്മൾ പേഴ്സണലി ലിസ്റ്റ് ചെയ്യാത്തവർക്കും നമ്മുടെ മെസ്സേജുകൾ ചെല്ലുവാനുള്ള ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് എന്താ? ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് എടുത്താൽ ഏറ്റവും മുകളിലെ റൈറ്റ് സൈഡിലെ 3 ഡോട്ട് എടുത്താൽ അവിടെ ന്യൂ ഗ്രൂപ്പ് എന്നുള്ളതിന്റെ കൂടെ തന്നെയുള്ള ഓപ്ഷനാണ് ന്യൂ ബ്രോഡ്കാസ്റ്റ്. എന്താണ് ന്യൂ ബ്രോഡ്കാസ്റ്റ്? ന്യൂ ബ്രോഡ്കാസ്റ്റ് ആണ് ഏറ്റവും ഈസിയായി ഒരാളിലേക്ക് നമ്മുടെ മെസ്സേജിങ് എത്തുവാനുള്ള ഓപ്ഷൻ. ഞാൻ എന്റെ ബ്രോഡ്കാസ്റ്റ് 5 ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. ഏകദേശം 1500ഓളം ആളുകൾ അതിലുണ്ട്. ആ 1500 ആളുകളും എന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരെ മാത്രമേ നമുക്ക് ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റൂ. കാരണം രണ്ടുപേരും മ്യൂച്വലി സേവ് ചെയ്തതാണെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗിൽ മെസ്സേജ് പോകും. അങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിംഗിൽ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രോഡ്കാസ്റ്റ് നമ്മളൊരു പേര് കൊടുത്താൽ അതിനകത്ത് ഫോർവേഡിങ്, നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ നമുക്ക് വന്ന ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പുകളെ കാണാൻ കഴിയും. എന്നാൽ ബ്രോഡ്കാസ്റ്റുകൾ ഒരിക്കലും ഫോർവേഡിങ്ങിന്റെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഒന്നെങ്കിൽ ആ ഇമേജോ വീഡിയോ ഗാലറിയിൽ സേവ് ചെയ്ത് അവിടെ അറ്റാച്ച് ആയി കൊണ്ടുവരാം. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വാട്സപ്പിന്റെ താഴെയുള്ള ഓപ്ഷൻസ് എടുത്താൽ അറ്റാച്ചിന്റെ പിൻ ബട്ടൺ ഉണ്ട്. ആ പിന്നിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയോ ഫ്ലയറോ നമുക്ക് കിട്ടും. ടെക്സ്റ്റ് മെസ്സേജ് ആണ് നമ്മൾ അയക്കേണ്ടതെങ്കിൽ നമ്മളത് ഫിംഗർ കോപ്പി ചെയ്യുക. അവിടെ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ ഫിംഗർ പേസ്റ്റ് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ബ്രോഡ്കാസ്റ്റിലേക്ക് ഒരിക്കലും ഫോർവേഡിങ് മെസ്സേജ് പോസിബിൾ അല്ല. അവിടെ പോസിബിൾ ആകുന്നത് കോപ്പി പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അറ്റാച്ചിങ് ആണ്. ഈ 2 ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അതിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് കൊടുത്താൽ അത് ആ മെസ്സേജ് പോകുന്നത് പേഴ്സണലാണ്. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരാൾ അയച്ചു തന്നു എന്ന ഫീലിങ്സ് ആണ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.
കുറച്ചു മുൻപ് നിപ്പയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സ്പ്രെഡിങ് മെസ്സേജ് വന്നപ്പോൾ ഞാനൊരു മെസ്സേജിന്റെ ബ്രോഡ്കാസ്റ്റ് ഇട്ട്. പരിസരത്ത് സാംക്രമിക രോഗങ്ങളുടെ പകർച്ചയാണ്, കെയർ ചെയ്യുമല്ലോ എന്നൊരു മെസ്സേജിന്റെ ബ്രോഡ്കാസ്റ്റിലേക്ക് ഷെയർ ചെയ്തു. 200ഓളം ആളുകൾ എനിക്ക് പേഴ്സണലി റെസ്പോണ്ട് ചെയ്തു. ഇത്തരം ഒരു സമയത്ത് പേഴ്സണലായി എന്നെ ഓർത്തതിന് വളരെ സന്തോഷം. അവരുടെ റീപ്ലൈ വരുമ്പോഴാണ് ഇവനൊക്കെ ബ്രോഡ്കാസ്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ എനിക്ക് ഓർമ്മയാകുന്നത്. ഇതാണ് പേഴ്സണൽ ബ്രോഡ്കാസ്റ്റിന് നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. അവരെ നമ്മൾ പേഴ്സണലി കെയർ ചെയ്യുന്നു എന്നറിയുമ്പോൾ ഒരിക്കലും അവർക്ക് ആദ്യം തന്നെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാൻവോസിറ്റിയുടെ മെസ്സേജ് അല്ല കൊടുക്കേണ്ടത്. ഒരു ചൂണ്ടലിട്ട് കൊടുക്കണം. ചൂണ്ടക്കാരൻ എന്താ പറയാ, മീനിട്ട് കൊടുക്കുന്ന ഇര ചൂണ്ടൽ കൊളുത്തി കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ചെറിയ പീസ് ആദ്യം പുഴയിലേക്ക് എറിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും. അതെറിഞ്ഞ് അവിടെ ഒരു പരിസരം അനുകൂലമാക്കിയതിനു ശേഷം മാത്രമാണ് അവർ ചൂണ്ട കടലിലേക്കോ പുഴയിലേക്കോ എറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം അവരൊരു കുശലാന്വേഷണത്തിന്റെ മെസ്സേജിങ് ബ്രോഡ്കാസ്റ്റിൽ കൊടുക്കുക. കുറെ ആളുകൾ റീപ്ലൈ ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ചില ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും, ഓ എന്താണ് വിശേഷം, എന്താണ് ഇപ്പൊ ജോലി, എവിടെയാണ്, വേറെ വിശേഷങ്ങളൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് അവർ ചോദിച്ചിട്ടായി, പിന്നെ അതിന് മറുപടി പറയാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് അത്തരം ബ്രോഡ്കാസ്റ്റിങ്ങിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത്. എനിവേ, അഞ്ചാമത്തെ കാര്യം ഇതാണ്. അൺനോൺ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ഇത്തരം മെസ്സേജുകൾ അയക്കാം. ഇതിന് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും FBയിലും കയറിയിട്ട് ചിലവഴിക്കുന്ന സമയത്തിന്റെ 10% ഇതിനു വേണ്ടി ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ നമ്മൾ അറിയാത്ത ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ പിറകെ വരും. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയ റിച്ച്നെസ് എന്ന് പറയുന്നത് ഈ സമൃദ്ധമായ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മുടെ കയ്യിലുണ്ടായിട്ട്, നമ്മുടെ മൊബൈലിനകത്തുണ്ടായിട്ട്, ഒരു ദിവസം 1.5 GB-യും 2 GB-യും ഡാറ്റ നമ്മൾ ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ ഡാറ്റ മാത്രം ആവശ്യമുള്ള, വളരെ കുറഞ്ഞ സമയം മാത്രം ആവശ്യമുള്ള ഈ മെസ്സേജിങ്ങുകൾ നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പുതിയ കാലത്തെ നെറ്റ്വർക്കർ അല്ല. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ടാസ്ക് മാത്രമേ നമുക്ക് ഓരോ സമയവും പൂർത്തീകരിക്കുവാൻ കഴിയൂ. ആറാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ്, അതിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ആവാം, അതോടൊപ്പം പേഴ്സണൽ വാട്സപ്പ് നമ്പർ ആവാം, ഏത് നമുക്ക് ആഡ് ചെയ്യാം. വളരെ ബ്രീഫായ ടെക്സ്റ്റ് മെസ്സേജ്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വിത്ത് യുവർ ഓൺ വാട്സപ്പ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ പേഴ്സണൽ ടെക്സ്റ്റ് മെസ്സേജായി നമ്മൾ ഫിംഗർ കോപ്പി ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഡയറക്റ്റ് സെല്ലിംഗ് എക്സ്പേർട്ടുകൾ ഉണ്ട്. മലയാളം ആവാം, ഹിന്ദി ആവാം, ഇംഗ്ലീഷ് ആവാം. ഡയറക്റ്റ് സെല്ലിംഗ് ട്രെയിനിങ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കുറെ പ്രോഗ്രാമുകൾ, വീഡിയോസ് നിരന്തരമായി ചെയ്യുന്ന കുറെ ആളുകളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ യൂട്യൂബ് ലിങ്ക് കിട്ടും. അവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്തിനാണിത്? ഒന്ന്, അവരുടെ നല്ല വീഡിയോസ് നമുക്ക് കിട്ടും. ഒന്നാമത്തെ ബെനിഫിറ്റ് അതാണ്. ഈ ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ തന്നെ പേഴ്സണൽ വാട്സപ്പ് ഉണ്ടാവും, അറിയാലോ, നമ്മുടെ തന്നെ പേഴ്സണൽ വാട്സപ്പ്. ആ വാട്സപ്പിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇത്തരം സ്ക്രിപ്റ്റുകൾ, ഞാൻ ഓരോ ഇതുമായി ബന്ധപ്പെട്ടതിന്, ഫോർ എക്സാമ്പിൾ BNIയുമായി ബന്ധപ്പെട്ട സ്ക്രിപ്റ്റ് ആണെങ്കിൽ BNI സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാൻഡ്ബോക്സ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ഒറ്റക്ക്, നമ്മൾ കൺഫ്യൂഷനാണ്. ഓ, ആ മെസ്സേജ് എവിടെയായിരുന്നു, എന്നിട്ട് അത് ആകെ തെരയും. ഏറ്റവും സിമ്പിൾ, അതിനുവേണ്ടി നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇത്തരം ആവശ്യമുള്ള മെസ്സേജുകൾ കൊണ്ടുപോയിട്ടാൽ അവിടെ മാത്രം തെരഞ്ഞാൽ നമുക്കത് കിട്ടും. അതാണ് അതിന്റെ സൗകര്യം. ആ മെസ്സേജ് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇത്തരം ട്രെയിനേഴ്സിന്റെ വീഡിയോസ് എപ്പോഴാണോ നിങ്ങൾക്ക് വരുന്ന സമയത്തൊക്കെ പുതിയ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് അവർ റെഫർ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ താഴെ അതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതിന്റെ മെസ്സേജ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നല്ല ബ്ലോഗേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസിന്റെ കമന്റ്, ഇൻസ്റ്റയുടെ ഒക്കെ കമന്റില്, FBയുടെ ഒക്കെ കമന്റില് നമ്മൾ ഉണ്ടാക്കിയ ടെക്സ്റ്റ് മെസ്സേജ് വിത്ത് പേഴ്സണൽ വാട്സപ്പ് നമ്പർ, വിത്ത് വാട്സപ്പ് ഗ്രൂപ്പ്, ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് ഈ യൂട്യൂബിന്റെയും FBയുടെയും ഒക്കെ ഇതൊരു തേർഡ് കാറ്റഗറി വർക്കാണ് എങ്കിലും അത് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യം. കാരണം ആ യൂട്യൂബിനകത്ത് ഒരു ഡയറക്ടർ, ഫോർ എക്സാമ്പിൾ ദീപക് ബജാജ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ട്രെയിനറാണ്.
നാഷണൽ ലെവലിൽ വലിയ ഇവന്റുകളൊക്കെ സംഘടിപ്പിക്കുന്ന നല്ലൊരു എക്സ്പേർട്ട് ഫാക്കൽറ്റിയാണ്. ദീപക് ബജാജിന്റെ യൂട്യൂബിനും അദ്ദേഹത്തിന്റെ FBയിലും വരുന്നത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ടോപ്പ് ലെവൽ ലീഡേഴ്സ് ആണ്. സ്വാഭാവികമായും നിരന്തരമായി നമ്മൾ ഈ മെസ്സേജ് കാണുമ്പോൾ ഏറ്റവും മിനിമം ആപ്പിന്റെ ലിങ്കിൽ അവരൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ഡൗൺലോഡ് എങ്കിലും മിനിമം കിട്ടും. ഡയറക്ട് സെല്ലിങ്ങിൽ ഇത്രയും പ്രൊഡക്റ്റീവായ ഒരു കമ്പനി ഉണ്ട് എന്ന് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അത്യപൂർവമായി ചിലപ്പോൾ നമ്മുടെ ഡാറ്റ ഹാക്ക് ചെയ്യാനാണെങ്കിൽ പോലും അവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കാം. ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ഒരുപാട് കൂടുതൽ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്തരം ബ്ലോഗേഴ്സിന്റെ FB ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒഫീഷ്യൽ ബിസിനസ് പ്ലാറ്റ്ഫോമുകളുടെ താഴെ നമ്മൾ നമ്മുടെ മെസ്സേജിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അവിടെയുള്ളത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ്. നിങ്ങൾ നോക്കൂ, മാരുതി, കിയ കമ്പനികളുടെയൊക്കെ ആഡ് വരും. ആ ആഡിന്റെ താഴെ എടുത്തു നോക്കിയാൽ വാഹന കമ്പനികൾക്ക് വേണ്ടി ഇൻഷുറൻസ് കൊടുക്കുന്ന ടീമുകളുടെ പരസ്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. കാരണം വാഹനം അന്വേഷിക്കുന്നവൻ സ്വാഭാവികമായും അതിന്റെ EMI ഓപ്ഷൻ തിരയുന്നവനാണ്. അവനുള്ള മെസ്സേജ് അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം അവിടെ അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ് അവിടെ അതിനകത്ത് ലഭിക്കുന്നത്. അതാണ് നമുക്കുള്ള 6ാമത്തെ ഓപ്ഷൻ എന്നുള്ളത്. 7ാമത്തെ ഓപ്ഷൻ ചെറിയൊരു പ്രൊമോഷൻ ഓപ്ഷനാണ്. നമ്മൾ നമ്മുടെ FB ഇൻസ്റ്റയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. സ്പോൺസേർഡ് ആഡ്, ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ട്, അത് കൂടുതൽ എമൗണ്ട് ചെയ്യാനല്ല, മറിച്ച് ഒരു ദിവസം 100 രൂപ വെച്ച് നമ്മൾ ചെയ്തൊരു 3 മാസം നമ്മൾ ചെയ്താൽ നമ്മിലേക്ക്, നമ്മുടെ യൂട്യൂബ് ചാനല്, നമ്മുടെ ഇൻസ്റ്റ FB പേജുകൾ കൂടുതൽ ആളുകളിലേക്ക് മെറ്റ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്തു തരും. പിന്നീട് നമ്മൾ ആഡ് കൊടുത്തിട്ടില്ലെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ഈ മെസ്സേജും കൊടുക്കുവാനുള്ള ഓപ്ഷൻ അവർ സപ്പോർട്ട് ചെയ്യും. ചെറിയ എമൗണ്ടിന് സ്പോൺസേർഡ് ആഡ്, അത് ചെറുതായിട്ടൊന്ന് പഠിക്കേണ്ട മേഖലയാണ്. സ്പോൺസേർഡ് ആഡ് എങ്ങനെ ചെയ്യാന്നുള്ളത്, അതായത് ചെയ്യുന്ന ആളുകളുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം. ചെറിയ എമൗണ്ടിന് ക്യാമ്പയിനിങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി അത് 1 ടൈം ചെയ്താൽ മതി. ഇപ്പം ഇന്ന് 3 മാർച്ച് മുതൽ മാർച്ച് 31 വരെ പെർ ഡേ 100 റുപ്പീസിന്റെ ക്യാമ്പയിൻ ആണ് എങ്കിൽ അതിന്റെ പേയ്മെന്റ് ഞാൻ ഒരുമിച്ച് അടക്കുന്നു. ആ ക്യാമ്പയിൻ ചാലുവായാൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോകും. അതിന്റെ ലീഡ് നമ്മിലേക്ക് വരും. ബിസിനസ് വാട്സപ്പിലാണ് ഈ ഓപ്ഷൻ ചെയ്യാൻ പറ്റുക. നോർമൽ വാട്സപ്പിൽ ഈ സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൊമോഷൻ ആഡ് ആണ് നമുക്കുള്ള 7ാമത്തെ ഓപ്ഷൻ. 8ാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഇൻസ്റ്റയിലെ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. കൂടുതൽ ആളുകൾ ഇന്ന് ഫോളോ ചെയ്യുന്ന മെത്തേഡും അത് തന്നെയാണ്. ഒരുപാട് കമ്പനികൾ പേഴ്സണൽ ബ്രാൻഡിങ്ങുകളൊക്കെ ഏറ്റവും കൂടുതൽ വിസിബിൾ ആകുന്ന, ഇന്ന് റിസൾട്ട് ആകുന്ന, വർത്ത് ആകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് കോണ്ടന്റ്? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 പെയിൻ പോയിന്റുകൾ മുന്നിൽ വെക്കണം. 1ാമത്തെ പെയിൻ പോയിന്റ്, കുട്ടികളുടെ പഠനം ഇനി നിങ്ങൾക്ക് തലവേദനയാവില്ല. ഒരു രക്ഷിതാവിന് കോമൺ ആയിട്ട് നമുക്ക് ഹയർ ചെയ്യാവുന്ന, അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണത്. കുട്ടികളുടെ പഠനം ഇനി നിങ്ങൾക്ക് തലവേദനയാവില്ല. കാരണം പല സമയത്തും ഇതൊരു വലിയ ആയല്ലോ എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിനകത്ത് വരുന്ന ഒരു കമന്റ് ആണ്. 2ാമത്തത്, മാത്സ് പഠനം ഇനി വളരെ ഈസി. അതാണ് 2ാമത് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന പെയിൻ പോയിന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. 3ാമത്തത്, പഠിക്കുവാൻ ഇനി ചിലവല്ല വരവാണ്. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന 3ാമത്തെ ഓപ്ഷൻ. പഠനത്തിന് ഇനി ചിലവില്ല, പഠനവും ഇനി ഒരു വരവാണ്. അപ്പൊ സ്വാഭാവികമായും എക്സൈറ്റിംഗ് ആയ അവരുടെ മുമ്പിലെ ഫോക്കസ് പോയിന്റ്, അവരുടെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ്, ഇതിനെയൊക്കെ നമുക്ക് നമ്മിലേക്ക് അറ്റൻഷൻ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചിങ് ആയ, അവർക്ക് അട്രാക്ഷൻ കൊടുക്കുന്ന, ഹൈപ്പ് കൊടുക്കുന്ന, അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാവുന്ന നല്ല കമന്റുകൾ നമ്മൾ അവിടെ ഹുക്കിട്ട് കൊടുക്കുക. ആ ഹുക്കിൽ നിന്ന് സ്വാഭാവികമായും അവർ നമ്മിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഇതാണ് കോണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ കൊടുക്കേണ്ടത്. ഈ ക്യാപ്ഷന്റെ താഴെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിന്റെ താഴെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക്, ഈ ലിങ്ക് ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. നേരത്തെ വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്താൽ അത് സേവ് ചെയ്ത് വരേണ്ടിയിരുന്നു. വാട്സപ്പ് നമുക്ക് ഓരോ മാസവും പുതിയ ഈസി പ്രോസസ്സിങ് നമ്മളെ വിധേയമാക്കാം. നേരത്തെ നമ്മുടെ നമ്പർ, വാട്സപ്പ് നമ്പർ എന്ന് എഴുതി കൊടുത്താലും അത് സേവ് ചെയ്ത് അത് നെറ്റ് ലോഡായിട്ടൊക്കെ വരേണ്ടിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഒരു നമ്പർ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ മുകളിൽ വരും. ചാറ്റ് വിത്ത് എന്ന ഓപ്ഷൻ വരുന്നതോടുകൂടി ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യാത്ത ഒരാളിലേക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മെസ്സേജുകൾ അയക്കുവാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതിന്റെ കൂടെ പറയേണ്ട ഒരു വിഷയമാണ്, പല ആളുകളും ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കും.
അവർക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചവർക്ക് കിട്ടുന്ന റീപ്ലൈ എന്താ അറിയോ? താങ്ക് യു ഫോർ കോണ്ടാക്ടിങ് അസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പേര്, വി ആർ നോട്ട് അവൈലബിൾ നൗ, വി വിൽ കോണ്ടാക്ട് യു സൂൺ. പിന്നെ 48 മണിക്കൂർ കഴിഞ്ഞാലും അവരുടെ ഒരു റീപ്ലൈ ഉണ്ടാവില്ല. ഇതിനു പകരം നമ്മൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കസ്റ്റമൈസ് റീപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റും. കസ്റ്റമൈസ് റീപ്ലൈ എന്നൊരു ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ആരെങ്കിലും ബിസിനസ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ, നിങ്ങൾ അറിയാത്ത ഒരാൾ മെസ്സേജ് അയച്ചു എന്ന് കരുതുക, അവരുടെ പരസ്യത്തിന് വേണ്ടി ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചാലും നമ്മൾ ഉണ്ടാക്കി വെച്ച സാൻഡ് ബോക്സിന്റെ ഈ ടെക്സ്റ്റ് മെസ്സേജും അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് പോകും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും രാത്രി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അറിയാത്ത കുറെ ആളുകൾ അവിടെ വന്ന് ജോയിൻ ചെയ്തു. എങ്ങനെ ജോയിൻ ചെയ്തു? അവർ നമുക്ക് പരസ്യം വിട്ടതാണ്. പരസ്യം വിട്ടപ്പോൾ അവർക്ക് കിട്ടിയ റീപ്ലൈ ഇതാണ്. അപ്പൊ അവർക്കും തോന്നി ഇവനെ പിടിക്കാൻ നല്ലത് ഇവന്റെ ഗ്രൂപ്പിൽ പോകുന്നതാണ്. ആ ഗ്രൂപ്പിൽ ഇവൻ ലൈവായിരിക്കും, ആ ഗ്രൂപ്പിൽ അവർ വരുന്നു. നമ്മളറിയാത്തവർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നു എന്നതാണ് 8ാമത്തെ കോണ്ടന്റ് മാർക്കറ്റിങ്ങിന്റെ കൂടെ നമ്മൾക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ്. 9ാമത്തെ കാര്യം, ഓരോ ഇവന്റുകൾ നടക്കുന്നു, പ്രോഗ്രാമുകൾ നടക്കുന്നു, ഓൺലൈൻ മീറ്റുകൾ നടക്കുന്നു, ഓഫ്ലൈൻ മീറ്റുകൾ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഓഫ്ലൈൻ BOPയുടെ കമ്പനിയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്ന ഓഫ്ലൈൻ BOPയുടെ ഫ്ലയർ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യും. ഇത് അനൗൺസ് ചെയ്താൽ ഇന്നു തന്നെ നമ്മളത് സ്റ്റാറ്റസ് ഇടുക, നമ്മുടെ യൂട്യൂബിന്റെ സ്റ്റോറിയിൽ ഇടുക, ഇൻസ്റ്റയുടെ സ്റ്റോറിയിൽ ഇടുക, FBയിൽ ആഡ് ചെയ്യുക. അതിനൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ വാട്സപ്പില് സ്റ്റാറ്റസ് ഇടുമ്പോൾ അവിടെ തന്നെ ഒരു ഓപ്ഷൻ എഴുതി കാണിക്കും, ഇതിന്റെ കൂടെ തന്നെ FBയുടെ സ്റ്റോറിയിൽ ഇത് ആഡ് ചെയ്യണോ എന്നുള്ള ചോദ്യം വരും. വാട്സപ്പും FBയും പരസ്പരം മെറ്റാ റിലേറ്റഡ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ വൺ ടൈം ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാലും അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ FBയുടെ സ്റ്റോറിയിൽ കയറും. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം FBയിൽ നിങ്ങളൊരു ആഡ് ഇട്ടാൽ ചിലർ FB മാത്രം തുറക്കും, ഇൻസ്റ്റ തുറക്കില്ല, ചിലർ ഇൻസ്റ്റ തുറക്കും, FB തുറക്കില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് രണ്ടിലുമുള്ളവരുണ്ടാവാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? FBയും ഇൻസ്റ്റയും തമ്മിൽ ലിങ്ക് ആക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ആക്കി വെക്കുക. അറിയില്ലെങ്കിൽ അറിയുന്ന നമ്മുടെ മക്കളോടോ പയ്യന്മാരോടോ ചോദിക്കുക. അത് ചെയ്താലുള്ള സൗകര്യം, നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നൽകുന്ന എല്ലാ മെസ്സേജുകളും മറ്റേ പ്ലാറ്റ്ഫോമിലെ ആളുകൾക്ക് കൂടി അത് വിസിബിൾ ആയിരിക്കും. നമ്മൾക്ക് FBയിൽ ഇല്ലാത്ത പല കോണ്ടാക്ട്സുകളും ഇൻസ്റ്റയിൽ ഉണ്ടാവാം, ഇൻസ്റ്റയിൽ ഇല്ലാത്ത പലരും FBയിലും ഉണ്ടാവാം. ഇതിനെ രണ്ടിനെയും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്ന ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടു, എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ അവനെ കണ്ട 5-8 മാസമായി. അപ്പൊ എന്നോട് പറയാം, ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് കാണാറുണ്ട്? അവൻ ഇൻസ്റ്റയിൽ സ്ഥിരമായി നോക്കുന്ന ആളാണ്. ഇൻസ്റ്റയിൽ എന്റെ പല പ്രോഗ്രാമുകളുടെയും ഫ്ലയറുകളോ നമ്മുടെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്. പ്രോഗ്രാമൊക്കെ ഞാൻ അറിയാറുണ്ട്, ഇൻസ്റ്റയിൽ കാണാറുണ്ട്. ഗൾഫിലുണ്ടായിരുന്ന വ്യക്തിയാണ്, നാട്ടിലെത്തിയിട്ട് ഞാൻ കണ്ടതാണ്. ഇതാണ് നമ്മൾ അറിയാത്ത, നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഈ പ്രോജക്റ്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള ഓപ്ഷൻ. അതിന്റെ ഇവന്റുകൾ, നമ്മുടെ പ്രോസ്പെക്ട് പോലും പിന്നീട് നോക്കുക നമ്മുടെ ഫോളോവേഴ്സ് ആയിരിക്കും. അവർ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ഇതിനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നോക്കും. നമ്മളിത് പബ്ലിക്കലി ഔട്ട് ചെയ്യുന്നൊന്നുമില്ല എന്നുണ്ട് എങ്കിൽ അവർക്കും ഇതിലേക്ക് വരാനുള്ള താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇത്തരം പ്രോജക്റ്റുകൾ നമ്മൾ പബ്ലിക്കലി വിസിബിൾ ആക്കുക. മാക്സിമം വിസിബിലിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ചെയ്യുക. ദെൻ ദ 10th വൺ ഈസ്, കമ്പനി പല പ്രൊമോഷൻസ് ഫ്ലയറുകളും തരുന്നുണ്ട്. അപ്പൊ മൂന്നാർ ട്രിപ്പിന്റെ ഫ്ലയർ തന്നിരുന്നു. അതിനുശേഷം നമ്മളൊരു ഇന്ന് ആ ഫ്ലയർ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. മാത്സിന്റെ പഠനത്തെ പരാമർശിക്കുന്ന രസകരമായ ഒരു ക്യാപ്ഷനുള്ള ഫ്ലയർ നമ്മൾ ഇറക്കിയിരുന്നു. അങ്ങനെയുള്ള ഫ്ലയറുകൾ നമ്മളെ ഗ്രൂപ്പിൽ വന്നാൽ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഉണ്ടാക്കുന്ന പേഴ്സണൽ ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റിലേക്ക്, അതോടൊപ്പം ഇൻസ്റ്റയിലെയോ സ്റ്റോറിയിലേക്കോ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലേക്കോ നമ്മളത് ആഡ് ചെയ്യുക. നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മൾ അറിയാതെ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം നമ്മളെ പിന്തുടരും. ഹൈബ്രിഡ് സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം ഓഫ്ലൈനും അതേസമയം ഓൺലൈനും. ഇപ്പോൾ ഈ പറഞ്ഞ 10 സ്റ്റെപ്പുകളും ഓൺലൈൻ ആണ് എങ്കിലും ഇതിന്റെയൊക്കെ റിവ്യൂവും ഇതിന്റെയൊക്കെ ഫോളോ അപ്പും നമ്മൾ പലപ്പോഴും നടത്തേണ്ടത് ഓഫ്ലൈനിലായിരിക്കും. ഒരാൾ പുതിയതായി ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് അവിടെ ഒരു എൻക്വയറി ഇട്ടാൽ നമുക്ക് അവരെ പേഴ്സണലി മീറ്റ് ചെയ്യുകയോ ഫോണിൽ സംസാരിക്കുകയോ സൂമിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം.
ഈ ഓപ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ കോണ്ടന്റ്, ഞാൻ ഇനി ആരോട് പ്ലാൻ പറയുമെന്ന ഒരു ചോദ്യം അവിടെ അവസാനിക്കുന്നു. ഇനി ആരെ മീറ്റ് ചെയ്യണമെന്ന ലിസ്റ്റിംഗ് അവിടെ അവസാനിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരോട് പ്ലാൻ കൊടുക്കുന്ന, അതിന്റെ റെപ്യൂട്ടേഷൻ ഉറപ്പുവരുത്തുന്ന, ഇതൊരു ജെന്യൂൻ കമ്പനിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന, ഇതിനകത്ത് എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന, ഇദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്, ഇപ്പൊ ഈ തവണ മൂന്നാർ അച്ചീവറായ ആളുകൾ അതിന്റെ ഫ്ലയർ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് തോന്നുന്നു, ഓ ഇതൊരു അച്ചീവ്മെന്റ് ഓപ്ഷനാണ്, എനിക്ക് കൂടി ഇതൊരു അവസരമാണ് എന്ന ബോധ്യം മറ്റുള്ളവരിൽ വരുത്താൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഈ 10 മെത്തേഡുകളെ ഫോളോ ചെയ്യാൻ ഈ മാർച്ചിൽ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഫെബ്രുവരി 28-നുണ്ടായ റിസൾട്ട് അല്ല മാർച്ചിൽ നമുക്കുണ്ടാവുക എന്നത് തീർച്ചയാണ്. ശ്രമിക്കുക, എങ്കിൽ വിജയം നമുക്കുള്ളതാണ്. പ്രധാനമായ ചില മെസ്സേജുകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. മാഡം അത് ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ.